പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വരുവാനിരിക്കുന്നവനായ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. ഭാവികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. തിരുവൻ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒപ്പം ഇനി ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവേ സുശീലമായിട്ടുള്ളതാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവമായ കർത്താവേ, നിന്റെ പ്രാകാരങ്ങളിലേക്ക് വിശുദ്ധിയോടെ പ്രവേശിച്ച് നിന്റെ മന്ദിരത്തിൽ പാവനമായി ചരിപ്പാനും നിന്റെ മദ്ബഹായിൽ യുക്തമായി ചേരുവാനും വിശുദ്ധിയോടെ നിന്നിൽ നിന്ന് പരിശുദ്ധാത്മദാനങ്ങൾ പ്രാപിപ്പാനും ശുദ്ധീകരണം നൽകുന്ന നിന്റെ റൂഹായാൽ ഈ മദ്ബഹായെയും ഈ ആലയത്തെയും നിനക്കായി വിശുദ്ധീകരിക്കുവാനും ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. ഈ ദൈവാലയം നിന്റെ കൂദാശാനുഷ്ഠാനത്തിന് യോഗ്യമായി തീർന്ന് ഇതിൽ കറയില്ലാത്ത യാഗം വഴിപ്പോടെ ഞങ്ങൾ നിനക്കണക്കുമാറാകണമേ. കർത്താവേ, സകലമായ ഞങ്ങളിൽ നിന്നും ഞങ്ങളെ ദൂരീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സ്തോത്രം പാടിയിടുക ദേവാ, കൃപ ചെയ്തിടണമേ. ഭൂവിൽ വാസാലയമൊരുക്കിയ മാശിഹാ റൂഹമൂലം ശുദ്ധി സഭയ്ക്കീകുക ദേവാ, കൃപ ചെയ്തിടണമേ. ശുദ്ധ സഭേ നിന്നൂതന ദിവസത്തിൽ സാമോദം പാടുന്നു. സ്തോത്രം ദേവാ, കൃപ ചെയ്തിടണമേ. ആർക്കുമോ മെന്നോലും വാദാമൽപോലം വൽമീനാമേ. നിന്നെ ചേർത്തൊരു ദാതൻ സംസ്തുതി
സലക്കുലാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പോഴ്ചയും അനശ്വരമായ മഹത്വവും നിത്യയോടെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ പരിശുദ്ധ സഭയെ സദാകൃപയാൽ പുതുക്കിയും പരിശുദ്ധ ദാനങ്ങളാൽ അതിനെ പൂർണ്ണമായി അലങ്കരിച്ച് പ്രാഭവപ്പെടുത്തുകയും സ്വജാതിയെയും വിജാതിയെയും അതിലേക്ക് ക്ഷണിക്കുകയും അവർ അതിനുള്ളിൽ മാലാഖമാരുടെ സ്തോത്രം പാടുവാനും സ്വന്തം രക്തത്താൽ ഇതിനെ രക്ഷിച്ച് പുത്രനെ വന്ദിപ്പാനും ഇതിനെ ശുദ്ധീകരിക്കുന്ന സജീവനായ പരിശുദ്ധമായ വാഴ്ത്തിപ്പോഴ്ത്തുവാനും അവരെ യോഗ്യരാക്കുകയും ചെയ്ത ലോകൈക രക്ഷിതാവായവനെ സ്തുതി തനിക്ക് ഈ ആലയത്തിന്റെ ശുദ്ധീകരണ ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങൾ ഈശോടെയിരിക്കുന്ന ദിവസങ്ങളൊക്കെ സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. പുലഹുന്യമോ സദഹായ പരിശുദ്ധ സഭയുടെ സാക്ഷാൽ സത്യമണവായിരിക്കുന്ന ഞങ്ങളുടെ വിഷയാതമ്പുരാനെ, സകലത്തെ നിർമ്മിച്ച നിന്റെ കരുതലിനെ ഞങ്ങൾ അവർണ്ണനീയമായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ സഭയുടെ തൂണുകളെ ലോകാവസാനത്തോളം നിലനിൽക്കത്തക്ക പണിയായി നീ സ്ഥാപിച്ചു. ആകയാൽ ശോഭിത മണവാട്ടിയായ തിരുസഭയുടെ ഈ ദേവാലയത്തിന്റെ കൂദാശ പെരുന്നാളിനെ ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ട് ആത്മീയ ഗാനങ്ങൾ പാടി പറയുന്നു. ദൈവിക സഹായപൂർണയായ ദേവാലയമേ, നീ ധന്യയാകുന്നു. ശ്രേഷ്ഠനായ യെശയ്യാ പ്രവാചകന്റെ വചനം പോലെ നീതി നിന്നിൽ വസിക്കുന്നത് കൊണ്ട് പരിശുദ്ധ ദേവാലയമേ, നീ ഭാഗ്യവതിയാകുന്നു. കോടിന് തലക്കല്ലായി തീർന്ന ശീമോൻ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന്റെ മേൽ നിന്റെ അസ്ഥിരവാദം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പരിശുദ്ധ ദേവാലയമേ, നീ സമ്പന്നയാകുന്നു. മശിഹാതമ്പുരാൻ ജയകര സ്ലീബായാൽ നിന്റെ മണവറയെ അലങ്കരിച്ചു വച്ചിരിക്കുന്നതിനാൽ പരിശുദ്ധ ദേവാലയമേ, നീ ധന്യയാകുന്നു. ഇത് ഹേതുവായിട്ട് കർത്താവേ, ഈ പരിമള ധൂപസമേതം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാഥാ, നിന്റെ പരിശുദ്ധ സഭയുടെ സംഘത്തെ നീ ഉയർത്തണമേ. അതിലിടയന്മാരെ നീ സന്തോഷിപ്പിക്കണമേ. പുരോഹിതന്മാരെ നിർമ്മലരാക്കണമേ. വിശ്വാസികളെ ആപാലകൃത്യം സംരക്ഷിക്കണമേ. ഈ ആലയത്തെ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. നിന്റെ ശക്തി ഇതിൽ വസിപ്പിക്കണമേ. ഇതിൽ അടയ്ക്കപ്പെടുന്ന പ്രാർത്ഥനകളെയും സ്തോത്രയാഗങ്ങളെയും നീ സ്വീകരിക്കണമേ. സഭയിലും നാനാഭാഗങ്ങളിലും സമാധാനം ഐക്യമത്യം പ്രബലപ്പെടണമേ. നിന്റെ സുവിശേഷം നിർവ്യാജം എല്ലാ ദേശത്തും ഉദ്ഘോഷിക്കപ്പെടുമാറാകണമേ. എല്ലാവരും നിന്റെ കുടക്കീഴിൽ ചെല്ലുകയും ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും വിശ്വാസികളല്ല പരേതനെയും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിനക്ക് നിന്റെ പിതാവിനും സജീവനായ നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഒരു വിശ്വാസ പാറയിലേശു സഭവണിതു സുവിശേഷമതിൽ ചൊന്നതുപോ പോരിൽ ഇതിനോട് മല്ലിടുവാൻ പാതാളം തൻ സാക്ഷാത്കാരം പരനെന്നും മരുജപ്രിയൻ. തന്നുടെ മണവാട്ടി സഭയെ സദാ സ്തുതി ചെയ്തു. അൻപോടു നിൻ സുതനെ വീണ്ടും ചേർത്തുവരൻ തൻ ഭവനത്തിൽ ഉയിരിന്നോരച്ചാലോകം തിരുമേരുതിരം താൻ നൽകി
വിശുദ്ധ മന്ദിരത്തിന്റെ ഭൂതാശം നിർവഹിക്കുന്ന ഈ ദിനത്തിൽ നിസ്സാരന്മാരായ ഞങ്ങളെ തിരുസനതയിൽ സമർപ്പിക്കപ്പെട്ട ഈ പരിമളധൂപത്തെ അംഗീകരിക്കണമേ. രക്ഷയാൽ ഇതിന്റെ പ്രജകളെ സന്തോഷിപ്പിക്കണമേ. ഞെരുങ്ങിയിരിക്കുന്നവരെല്ലാവരും ദുഃഖിതരെയും സമാശ്വസിപ്പിക്കുമാറാകണമേ. സത്യവിശ്വാസത്തോടെ വാങ്ങിപ്പോയിരിക്കുന്ന ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. സിനായ് മലമേലാഗതനായി ശുദ്ധത നൽകിയ പരിശുദ്ധ ഈ മദ്ബഹായിൽ വന്നരുളി ശുദ്ധീകരണം നൽകണമേ. പ്രാവെന്നോണം താനെത്തി സുതരുടെ ശിരസിൽ പാർത്തവനാ റോഹാവന്നീ മദ്ബഹായിൽ ശുദ്ധീകരണം നൽകണം. മാളികയിൽ സ്ലീഹന്മാർമേ വാസം ചെയ്തോരു വിമലാത്മാൻ ആഗതനായി ബലിപീഠം പാവനമാക്കി ചെയ്യണമേ. ബാറുക്കുമോ ലബോലബുറോ വലറൂഹ് കാദീശോമെൻ ഓലം വാദാമുല്ലോലം ഉൽമീനാ പരിശുദ്ധൻ ദാതൻ സ്തുതിൻ തിരുസുതനെയാഗതനാക്കി നീവിസുതൻ നിർമ്മല സഭയെ അമലമടുക്കി തൻ ശോധി താൻ മാത്രം വിശുദ്ധനും വിശുദ്ധരെ ശുദ്ധീകരിക്കുന്നവരുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്റെ വചനത്താലും പ്രവൃത്തിയാലും സകലത്തെ നീ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, കരുണയോടെ നിനക്ക് തിരുവിഷ്ടം തോന്നി സ്ഥാപിതമായിരിക്കുന്ന ഈ ബലിപീഠത്തിന് ഇതുമൂലം വീണ്ടും ശുദ്ധീകരണം ലഭ്യമാക്കത്തക്കവണ്ണം പാപപരിഹാരം നൽകണമേ. ശത്രുക്കളുടെ വിദ്വേഷപരമായ പ്രവേശനം ഇതിൽ അശേഷമുണ്ടാകുവാനിടയാകാതെ ഇതിനെയും ഇതിലെ സകല ക്രമീകരണങ്ങളെ നീ സജ്ജീകരിക്കുമാറാകണമേ. ഭേദവിപരീതികൾ മൂലമുള്ള മാലിന്യത്തിൽ നിന്നും ക്ലേശതയിൽ നിന്നും അതുമൂലം അശുദ്ധരായി തീർന്നിട്ടുള്ള ഭേദവിപരീതികളായ വിജാതിയരിൽ നിന്നും ഇതിനെ വെടിപ്പാക്കണമേ. 7 പ്രാവശ്യം ശോധന ചെയ്യപ്പെട്ട സ്വർണം പോലെ ഇതിനെ നിർമ്മലവും ശുദ്ധീകരിക്കുകയുമാക്കണമേ. ആത്മാവിലും ദേഹിയിലും ശരീരത്തിലും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരോഹായിക്കും സ്തുതി സ്തോത്രം ഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, നല്ല ഭക്തിയോടെ ശുദ്ധീകരണം ചെയ്യപ്പെടുന്ന ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ രക്താർപ്പിതമല്ലാത്ത സജീവ ബലിയേക്കാൾ അർപ്പിക്കാനും നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി നിൽപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇത് ഞങ്ങൾക്ക് കുറ്റത്തിനും ശിക്ഷയ്ക്കുമാകാതെ പരിശുദ്ധ സഭയുടെ വികസനത്തിനും നിന്റെ എല്ലാ ജനത്തിൻ്റെയും വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും നിന്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പ്രഭാവത്തിനുമായി ഭവിക്കണമേ. മഹത്തരമായ നിന്റെ ഏകജാതിൻ്റെയും പരിശുദ്ധരുഹായുടെയും തിരുനാമം യോഗ്യമാവും വണ്ണം സ്തുത്യവും വന്യവുമാകുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹായേ, നിന്റെ മാതാവായ പരിശുദ്ധ അമ്മയുടെയും നിന്റെ 12 സ്ത്രീന്മാരുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേക വിശുദ്ധ ത്രോണോസാരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു. പരിശുദ്ധനായ അന്ത്രയോസ്ലീഹായുടെയും നാമത്തിൽ ഈ ത്രോണോസിനെ നീ ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ.
നിന്റെ മാതാവായ സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേക ഈ മദ്ബഹ ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു. പരിശുദ്ധനായ അന്ത്രയോസ്ലീഹായുടെ മധ്യസ്ഥയാൽ ഈ മദ്ബഹായെ നീ വാഴ്ത്തി ശുദ്ധീകരിക്കുമാറാകണമേ. നിന്റെ 12 സ്ത്രീയന്മാരുടെയും സർവശുദ്ധന്മാരുടെയും ശുദ്ധന്മാരുടെയും പ്രത്യേക ഈ ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു. പരിശുദ്ധനായ അന്ത്രയോസ്ലീഹായുടെയും മധ്യസ്ഥതയാൽ ഈ ദേവാലയത്തെ ശുദ്ധീകരിച്ച് വെളിപ്പാക്കുമാറാകണമേ. സഭയുടെ ശാന്തിക്കും മേന്മയ്ക്കും ഉണ്മയിലും തൃത്വത്തിൻ തന്തിരുസഭയുടെ ശാന്തിക്കും മേന്മയ്ക്കും
ഞങ്ങൾ തങ്കത്താവേ വാഗ്ദത്തം ചെയ്തതുപോലെ ഈ മദ്ബഹായിൽ പാവനമാ പരിശുദ്ധാത്മാവിൻ വാസം വന്നണങ്ങിടുമതാകേണമേ. ഉണ്മയിലും നാം തൃത്വത്തെ സ്തുതി മഹിമാവുന്നതിയതിരു നിന്ദിരു സഭയുടെ ശാന്തിക്കു നന്മയ്ക്കു സംഗതിയാകാം. ഉണ്മയിലും നാം തൃത്വത്തെ സ്തുതി മഹിമാവുന്നതിയതിരു തന്തിരു സഭയുടെ ശാന്തിക്കു നന്മയ്ക്കു സംഗതിയാകാം. പാവനനാം താതന്മാരേ നിങ്ങളെയോർത്തിയിടും നിങ്ങൾ Sliboso shaino, sliboni sokoso, slibadu evo frikinan, bekulan nesta, svachinam dan slima, vijaya kodidan slima, namme rishino, slimai. Sliboso shaino, sliboni saduso kuso, slibadu evo frikinan, bekulan ശിവചിഹ്നന്ദാൻ ശ്രീവ വിജയ കൊടിതാൻ ശ്രീവ നമ്മെ രക്ഷിച്ചിടും ശ്രീവായിൽ പുകഴുന്നു നാം. തൃത്വത്തെ സ്തുതി മഹിമാനദിയതിരു തന്തിരു സഭയുടെ ശാന്തിക്കു മേന്മയ്ക്കു സംഗതിയാകാം. ഉണ്മയിലും നാം തൃത്വത്തെ സ്തുതി മഹിമാനദിയതിരും തന്തിരു സഭയുടെ ശാന്തിക്കു മേന്മയ്ക്കു സംഗതിയാകാം. ഉണ്മയിലും നാം തൃത്വത്തിൻ സ്തുതി മഹിമാനദിയതിരും നിന്തിരു സഭയുടെ ശാന്തിക്കു നന്മയ്ക്കു സംഗതിയാകാം. ഉണ്മയിലും നാം തൃത്വത്തെ സ്തുതി മഹിമാനദിയതിരും
സഭയുടെ ശാന്തിക്കും നന്മയ്ക്കും ഞങ്ങൾ തങ്കർത്താവേ ആനന്ദം ചെയ്തതുപോലെ ഈ ആലയമതിനുള്ളിൽ പാവനരൂഹ വന്നരുളി വാസം ചെയ്തിടേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ദൈവഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം നിനക്കുള്ളതാകുന്നു. ആമേൻ. പറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. യൂഥകളുമായ ഞങ്ങളുടെ കർത്താവേ ശിശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യേ വർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും ദൈവതമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ എപ്പിസ്കോപ്പ് സുനോദോസിൻ്റെ സെക്രട്ടറിയും കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്തായുമായ, അതോടൊപ്പം എൻ്റെ ആത്മീയ പിതാവും ഗുരുനാഥനും വഴികാട്ടിയുമായ അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഇന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി എഴുന്നള്ളി വന്ന പുനർനിർമ്മാണം നിർവഹിച്ച ഈ ദേവാലയം വീണ്ടും കൂദാശ ചെയ്ത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ 7 മിനിറ്റ് സമയം നിങ്ങൾക്ക് വിശ്രമത്തിനുള്ള സമയമാണ്. തുടർന്ന് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ നടത്തപ്പെടുന്നതായ എണ്ണത്തിരി വഴിപാട് കത്തിക്കുവാനുള്ള ആളുകൾക്ക് കൽവിളക്കിൽ അഭിവന്യ തിരുമനസ്സുകൊണ്ട് കത്തിച്ചിരിക്കുന്ന ആ കൽവിളക്കിൽ നിന്ന് കത്തിക്കാവുന്നതും തുടർന്ന് ആ സമയത്ത് തന്നെ ഇവിടെ സന്ധ്യാ നമസ്കാരം ആരംഭിക്കുന്നതും 6 മണിയോടുകൂടി ശുശ്രൂഷകൾ പര്യവസാനിക്കുന്നതുമാണ്. അതിനെ തുടർന്ന് എല്ലാവരും ലഘുഭക്ഷണത്തിലൂടെ പങ്കെടുത്തതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോകാവുള്ളൂ എന്ന് ദൈവസ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. പ്രാർത്ഥന ആരംഭിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ തമ്പുരാൻ വിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ ഒരുങ്ങിയ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളോട് ചെയ്യണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ടോട് ദൈവമേ, നിനക്കേ സ്തുതി. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദേശം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങളുടെ കടക്കാരെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, ദുഷ്ടതകളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും പറഞ്ഞ
മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരവുമായ ഞങ്ങളുടെ കർത്താവേ, ശിംശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകയും നന്മമേ നമ്പരാന്യമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോൾ ഞങ്ങളുടെ സമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവമായ കർത്താവേ, അവിടുത്തെ ഏകജാതനായ പുത്രനെ തന്റെ മനുഷ്യാവതാരത്തിന്റെ നാളുകളിൽ മനുഷ്യരുടെ ഇടയിൽ നിന്ന് തന്റെ ശിഷ്യ സമൂഹത്തെ കൂട്ടിച്ചേർക്കുകയുണ്ടായല്ലോ. സക്കറിയ പുരോഹിതന്റെ ഈശ്വരായുടെ പുത്രനായ യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീനെന്നും വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതന്റെ തേജസ്സായി കണ്ടു എന്ന് പ്രസംഗിക്കുകയുണ്ടായി. കർത്താവേ, യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം സ്വീകരിച്ച് നിന്നെ അനുഗമിക്കുകയും ഗലീല കടൽ തീരത്തിൽ നിന്ന് ശമൗനെയും അന്ത്രയോസിനെയും അതുപോലെ സെബദി മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ച് അവരെ തന്റെ ശിഷ്യരാക്കി തീർക്കുകയും ചെയ്ത മിശിഹാതമ്പുരാനെ, അങ്ങ് ആദ്യം വിളിച്ചവനായ അന്ത്രയോസ്നിയായിട്ട് ഓർമ്മയുടെ ഈ ദിവസത്തിൽ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ദൈവമേ, നിന്റെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബലത്തിൻപ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകളെയും ചെയ്തു. നിന്റെ വചനത്തിലേക്കപ്പെടുകയും ന്യായങ്ങളിൽ ജയിക്കുകയും ചെയ്യുന്ന നാലിന്യായത്തിൽ ഞാൻ വിഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടോ എന്റെ സ്വഭാവന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്റെ വെണ്മയാക്കണമേ, ഉറച്ചതിനേക്കാൾ ഞാൻ വെണ്മയാകും. ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാകണമേ. ക്ഷണത്തിൽ എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുമുന്തിരിച്ചിന്റെ അതിക്രമങ്ങളെയൊക്കെയും വായിക്കണമേ. ദൈവമേ, ഹൃദയത്തിനെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ളതിനെ ആത്മാവിനുള്ളത് പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ ആനന്ദം രക്ഷയ്ക്ക് തിരിച്ചേരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിന് തങ്ങുമാറാണമേ. അപ്പോൾ ഞാൻ അതിക്രമകാരന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ എന്നെ രക്ഷിക്കണമേ. എന്റെ നാമത്തിന് സ്തുതിക്കും കർത്താവേ. രാത്രികൾ എനിക്ക് തുറക്കണമേ. എന്റെ വായിന്റെ വസ്തുക്കളെ പാടും. നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്ന്നില്ല. ദൈവം നിരസിക്കുന്നില്ല. ഇഷ്ടത്താൽ സിംഹാനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടി അവരും ഹോമബലികളിൽ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാണുകയിൽ വലിയ ഗ്രഹം. സൂക്ഷിച്ചുകൊള്ളുകയും ചെയ്യണമേ. എന്റെ കൈകളുള്ള കാഴ്ച വഴിപാടുകൾ ഇരിക്കുമാറാകണമേ. എന്റെ ഹൃദയം ഒരു ദുഷ്കാരത്തിന് ചായാതെ ഞാൻ അന്യായക്രിയകൾ പ്രവർത്തിക്കാതിരിക്കത്തക്കവണ്ണം എന്റെ വായ്ക്കുടി കാവൽക്കാരനെയും എന്റെ അതിരുകൾക്കൊരു സൂക്ഷിപ്പുകാരനെ നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടെയും ചെയ്യുമാറാകരുത്. എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ ഭാഗമായിരിക്കട്ടെ. എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷത്തെ കുറിച്ചാണ്. അവരുടെ തീർത്ഥാക്കൾ പാറയിൽ ഞാൻ തടയപ്പെട്ടു. ഇപ്പോൾ എന്റെ വചനങ്ങളെ ഭൂമി പിളർക്കുന്നത് പോലെ അവരുടെ സ്നേഹം ചിത്രപ്പെട്ടു. കർത്താവേ, ഞാൻ എന്റെ കണ്ണുകളെ നിരടികളേക്ക് ഉയർത്തി ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നവരെ ന്യായക്കാരുടെ വലകൾ നിർമ്മിച്ചു വിടട്ടെ. എന്റെ ആത്മാവ് ഉന്നതപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ശബ്ദത്താൽ കർത്താവിനെ വിളിച്ചു. എന്റെ ശബ്ദത്താൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവനും ഭാഗം ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ചു. അവനും ഭാഗം ഞാൻ ജനക്ക് അറിയിക്കുകയും ചെയ്തു. ഈ ലോട് വഴികളെ അറിയുന്നുവല്ലോ. ഞാൻ മരത്തോട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് ഞാൻ കണ്ടു. സങ്കേത സ്ഥലം എനിക്ക് ജാതയായി. എന്റെ ദേഹിക്ക് വേണ്ടി പകരം ചോദിക്കുന്നതിനുമില്ല. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവേ, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത് എന്റെ ആശ്രയം എന്റെ ഓഹരിയാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തിപ്പിടിക്കുന്നത് കൊണ്ട് എന്റെ അപേക്ഷയെ സൂക്ഷിച്ചു കേൾക്കണമേ. എന്നെ പിടിപ്പിക്കുന്നവരിനേക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്നും എന്നെ പിടിപ്പിക്കണമേ.
ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ പുറപ്പെടുവിക്കണമേ. നീ എന്നോട് തന്നെ ചെയ്യുമ്പോൾ എന്റെ നീതിമാന്മാർ എനിക്ക് കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് കൊടുക്കും, എന്റെ ഉൾവഴികൾക്ക് പ്രകാശമാകും. നിന്റെ നീതിയുടെ വിധികളെ ആചരിപ്പാനായിട്ട് ഞാൻ ആണായിട്ട് വെച്ചേക്കും. ഞാൻ ഏറ്റവും ക്ഷണിച്ചു കർത്താവേ, നിന്റെ വചനപ്രകാരം ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനം നിന്ന് ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങളിൽ നിന്നെ പഠിപ്പിക്കണമേ. എന്റെ ദേഹിയിലായപ്പോഴും നിന്റെ കൈകളിലിരിക്കുന്നു. നിന്റെ വേദപ്രമാണം ഞാൻ മറന്നില്ല. പാപികൾ എനിക്കാണ്ട് കെണികളെ വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പന മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷിയിലേക്ക് അവകാശമായി സ്വീകരിച്ചു. എന്നാൽ അതെന്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകളെയും സത്യത്തോടെ നിവർത്തിപ്പാനായിട്ട് ഞാൻ എന്റെ ഹൃദയം തിരിച്ചു. സകല ജാതികളും കർത്താവിനെ സ്തുതിപ്പിൻ, സകല ജനങ്ങളും സ്തുതിപ്പിൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീക്കും കർത്താവാകുന്നു. ദൈവമേ യാചിക്കണമേ ഞങ്ങൾക്കായി ഞങ്ങളോടൊപ്പം ഭൂപതിസൈതേ ഭൂതലമാകെ സമാധാനം ശാന്തിയുമേക തന്ദയവാദരയുന്നു അഖിലേശൻ നീക്കട്ടെ കോപത്തിൻ വാണികൾ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും വാഴ്ചയും മനുഷ്യരമായ മഹത്വവും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ സ്നേഹന്മാർക്ക് പരിശുദ്ധ റൂഹായുടെ ദാനം നൽകുകയും സ്വർഗീയ പരിജ്ഞാനങ്ങളാൽ അവർക്ക് അറിവ് നൽകുകയും ഭൂതലമൊക്കെയിലും രക്ഷാകരമായ തന്റെ സുവിശേഷം അറിയിപ്പാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്ത വിഷയാനമ്പരാനെ അങ്ങ് ആദ്യം വിളിച്ചവനായ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയുടെ നിവേദനത്തിൽ ഞങ്ങൾ കർത്തശിഷ്യന്റെ മധ്യസ്ഥതയിലൂടെ എതിർത്ത് പരിശുദ്ധാത്മാവാദ്യവുമായി ഞങ്ങളുടെ പ്രാർത്ഥനകളെ അപേക്ഷകളെ സമർപ്പിക്കുന്നു. നീക്ക് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങളുടെ ദൈവമായ വിഷയനമ്പുരാനെ സകലത്തിലും ജ്ഞാനമേറിയ നിന്റെ വ്യാപാരത്തെ കുറിച്ചുള്ള അറിവ് ഞങ്ങളുടെ ബോധമണ്ഡലത്തിൽ സ്വീകരിപ്പാൻ നീ കൃപ ചെയ്യുമാറാകണമേ. കർത്താവേ, അങ്ങയുടെ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തിൽ പെസഹ പെരുന്നാളിന് അനേകം വന്നുകൂടുകയും ലാസറിന്റെ ഉയർപ്പിൽ വിസ്മയഭരിതരായ ജനങ്ങളെ നീ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. യെരൂശലേമിൽ ഈ പരയുടെ ഗുരുത്തോലെടുത്തുകൊണ്ട് ജനങ്ങളോ ഇസ്രായേലിന്റെ രാജാവായ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു വിളിച്ചു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ കുറെ ഗ്രീക്കുകാർ യേശുമിശിഹായെ കാണുവാനുള്ള താല്പര്യത്തിൽ ഗലീലയിലെ ബെത്സയിദ എന്നുള്ളവനായ ഫിലിപ്പോസ്ലീഹായെ സമീപിച്ച് ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അന്ത്രയോസിനോട് വിവരം അറിയിക്കുകയും അവരിരുവരും കൂടി കർത്താവിന്റെ സന്നിധിയിൽ ഗ്രേക്കുകാരുടെ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ കർത്താവേ, അങ്ങ് മനുഷ്യപുത്രൻ തേജസ്കരിപ്പാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിലോ അത് തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഗുണമുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഇപ്പോൾ എന്റെ ഹൃദയം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് മറുപടിയായി പറയുകയുണ്ടായി. തങ്ങളുടെ പ്രദേശത്തേക്ക് സുരക്ഷിതമായ രാജ്യത്തേക്ക് ഗ്രീക്കുകാർ വന്ന് ക്ഷണിച്ചപ്പോൾ യേശുദമ്പുരാനുണ്ടായ മാനസികതയും
പിതാവിന്റെ അഭീഷ്ടപ്രകാരമുള്ള കുരിശുമരണത്തിനുള്ള രക്ഷപ്പെടലും ഒരു സാധ്യതയായി കർത്താവേ അങ്ങയുടെ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ അംഗക്കാരും സ്വീകരിക്കാതെ തന്റെ മുമ്പിലുണ്ടായിരുന്ന പീഡാമരണത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ഗ്രീക്കുകാരെ പറഞ്ഞേക്കാണല്ലോ ഉണ്ടായത്. കർത്താവേ, ഞങ്ങളുടെയും ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാവുമ്പോൾ ഇതെന്തുകൊണ്ട് എന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട്. സുരക്ഷിതമായ ഇടങ്ങൾ തേടി ഞങ്ങൾ ബുദ്ധിമുട്ടിൽ നിന്ന് മാറിപ്പോകാറുമുണ്ട്. തന്നെയുമല്ല, ഞങ്ങളുടെ വിളിയുടെ ലക്ഷ്യം എന്ത് എന്ന് ചിന്തിക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യങ്ങളിൽ നിന്ന് ഓടിപ്പോകാറുണ്ട്. കർത്താവേ, ക്രൂശീകരണത്തിന്റെ സമയത്ത് അങ്ങയുടെ ശിഷ്യന്മാരും സുരക്ഷിത സ്ഥാനങ്ങൾ തേടുകയുണ്ടായി. എന്നാൽ ക്രമേണ അവർ ഏത് ത്യാഗത്തിനും തയ്യാറായി മുമ്പോട്ട് വരികയാണല്ലോ ഉണ്ടായത്. പരിശുദ്ധനായ മോറന്ത്രയോസ്ലീഹായും തന്റെ നാമന്റെ ക്രൂശീകരണത്തിന്റെ വഴിയിൽ ഓടി മറഞ്ഞിരുന്നവനായിരുന്നു. എന്നാൽ ഉയർത്ത ക്രിസ്തുവിനെ കാണുകയും വിശ്വാസത്തിൽ സുസ്ഥിരനാകുകയും ചെയ്തുകൊണ്ട് കർത്താവെ, ഗ്രേസിലും ഏഷ്യാമൈനറിന്റെ പടിഞ്ഞാറൻ ഭാഗമായ സ്ഥിതിയായാലും സുവിശേഷം അറിയിക്കുകയും അവിടെ വെച്ച് ഒരു പ്രത്യേക മാതൃകയിലുള്ള ക്രൂശിൽ അവൻ ക്രൂശിക്കപ്പെടുകയുമാണല്ലോ ഉണ്ടായത്. കർത്താവേ, അങ്ങയുടെ ക്രൂശമരണത്തെ ഞങ്ങൾ ഓർക്കുമ്പോൾ തന്നെ അങ്ങയുടെ ശിഷ്യനായ മോറന്ത്രയോസ്ലീഹായുടെ അധ്വാനത്തെയും ത്യാഗത്തെയും ക്രൂശമരണത്തെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശിഷ്യന്റെ പ്രാർത്ഥനയാ ഞങ്ങൾക്ക് എല്ലാവർക്കും യഥാർത്ഥ ആത്മീയ ജീവിതത്തിന്റെ അറിവിനെ നൽകണമേ. ത്യാഗമയുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും സുരക്ഷിതത്വം നേടുവാൻ ഞങ്ങൾ വെറും ചഞ്ചലായി തീരാതെ ഞങ്ങളെ അങ്ങ് കാത്തുകൊള്ളുമാറാകണമേ. ഞങ്ങൾ അംഗീകരിക്കുന്ന പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്നേഹസ്തോത്രം കരേറ്റുന്നു. സിദ്ധർ സരതീർക്കും പരിമളധൂപത്തോ ഓർമ്മ ഭവിക്കട്ടെ. ബാർക്കുമോ വിമല സഭയ്ക്കും പ്രജകൾക്കെല്ലാവർക്കും പരിമളധൂപത്തോടോർമ്മ ഭവിക്കട്ടെ. മറിയാമിന്നോർമ്മ വാഴ്വായി തീരണമേ. അവളുടെ യാചനകൾ കോട്ടയതാകട്ടെ. ദൈവസുതൻ ജനനീ കന്യകമറിയാമിൻ ഓയാർ മുഴുവനിലും പരിമളമേകുന്നു. ഭാഗ്യം ദിവ്യർക്കും ഭാഗ്യം സ്ത്രീകർക്കും ഭാഗ്യം സഹതീർക്കും പുനരുദ്ധാനദിനേ. മശിഹായെ കാൺപാൻ കാക്ഷിച്ചൊരു സഹതേ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി. ഭീതി നിറഞ്ഞവനേ ന്യായാധിപതേ, നീ കൃപയാൽ ക്ഷമയേകി ദയചൊരിയുഗനാഥ. ത്യജിച്ചു പറഞ്ഞോനാ ശീമോനെന്നതുപോൽ ശരണാഗതനാമിൻ മേൽദയ ചെയ്യണമേ. ആനന്ദം നീണ്ട കാലസ്ഥാനേ പിതൃസോദരനെല്ലാം വിശ്രമമേൽക്കണമേ. ലോകസൃഷ്ടാവേ, നിനക്ക് സ്തുതി. ഞങ്ങളെ രക്ഷിച്ച നിന്റെ ഏകജാതന് സ്തോത്രം. തിരുസഭയിൽ സ്ഥിതി ചെയ്ത് അതിനെ നയിക്കുന്ന റൂഹായിക്ക് വന്ദനം. കർത്താവേ, അങ്ങേ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനോന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു.
അവരോട് എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവർ വലാഭിപ്രായങ്ങയെ അനുഗമിച്ചു. അന്ത്രേയ ശ്ലീഹ തന്റെ ശ്ലീഹാസ്ഥാനം ഫലപ്രദമായി ഭൂമിയിൽ നിവർത്തിച്ചു. അനേകരെ ക്രിസ്തുയേശുവിലേക്കുള്ള രക്ഷയിലേക്ക് എത്തിച്ചവനായ ആ ശ്ലീഹായെ ഞങ്ങൾ സ്മരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയെയും ധൂപത്തെയും കർത്താവേ അങ്ങ് സ്വീകരിച്ച് ഞങ്ങളുടെ ഇടങ്ങൾക്ക് പരിഹാരവും പാപമോചനവും നൽകുമാറാകണമേ. ഞങ്ങളെ നിന്റെ വാസസ്ഥലത്തിന് യോഗ്യരാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധ സുവിശേഷ ബോധ്യങ്ങളാൽ ഞങ്ങളുടെ പ്രവൃത്തികളെയും അധ്വാനങ്ങളെയും ദൈവരാജ്യ മൂല്യങ്ങൾക്ക് അനുരൂപമാക്കി തീർക്കണമേ. സത്യവിശ്വാസത്തോടെ തിരുസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും ആത്മാക്കളെ നീ പറുദീസയിൽ വിശുദ്ധന്മാരോടൊത്ത് വസിപ്പിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും ഏറ്റുമാറാകണമേ. ഹോശോ വഗകുല സുബാലവൽമി രാജേശ്വരി നരഭാഗി ഹല്ലേലൂയ. ദൈവജനനീ ധന്യേ കന്യകമറിയം, അതുകൊണ്ടൊരു മേഘം നീതാന്നീതേ ഇൻസൂരേ ഉജ്ജ്വലമായി ശോഭ പരത്തിയൊരമ്പരവും നീ ദൃഷ്ടാന്തമതായി മോശമരച്ചാതിയ മരണം നീ ഭൂവാനം സമ്മാനിപ്പോനേ തിരികരുതവും നീ കർത്തൃഹിതത്താൽ അന്മാതായി നീ ഒരു തരുണി ഭാരക്കുമോ. ദൈവജനനീ കന്യേ നാനാദിശയിൽ നിന്നെങ്ങൾ മേലലറുന്നു കലകൾ ഈ കണമേ. സർവേശ സവിധം ധൈര്യമുള്ളോരമ്പേ തിരുസുധനരുളും ദേയങ്ങളിലാകാനത്തിക്കാം സൗഖ്യം രോഗാതുരരെ കട്ടേ വിഷമിപ്പോരാശ്വാസത്തെയും ദൂരസ്ഥ പ്രത്യാഗമനം മോചനമെങ്ങൾക്കും പ്രാർത്ഥന മൂലം വാഴ്ത്തുകനാഥ കൃപയാലേ വന്ദിരുമാസങ്ങൾ വന്നിടുക കാലാകാലം വേനൽ വർഷം നന്മകൾ നാഥൻ നൽകട്ടെ. വിളവും തികവിളവും ഫലമൂല തികൾ വളരാനായി വാഴ്വീറും വൃഷ്ടിയുമേകണമേ. നിർദ്ധനവശം ഭക്ഷിച്ച് സ്തുതി പാടട്ടെ. പാനോ സിംവദ നേരം ഏറ്റൊരു പീഡ കഷ്ടതകൾ ചിന്തിച്ചേ ഞാൻ വിസ്മിതനായി പാരം. കല്ലേറുകളേക്കുമ്പോഴും പ്രാർത്ഥിച്ചേവും അറിയാതി വരിതു ചെയ്യുന്നു ക്ഷമ നൽകുകനാഥ. പ്രതിനേരത്തരികൾക്കായി പ്രാർത്ഥി ശുരുനാഥൻ അനുയോജ്യൻ ദാസൻ തൽ പ്രാർത്ഥനയാ ചേർക്കണമേ കരുണാമയനേശു. വരവരിക്കും സഭയിൽ നിന്നും മക്കളിൽ നിന്നും മോറന്ത്രയോ സ്മൃതിമ ഈടരുതേ. പള്ളികളിൽ നാനാദിശയിൽ
സ്തുതിയുയരട്ടെ നിൻപേർക്കായി വർദ്ധിതമായെന്നും സ്തുതിയുയരേ ഈറേന്മാർ വൃന്ദം ഭുവി മനുജർ സ്തോത്രവും അർപ്പിക്കും ഭക്തർ സ്മൃതി വിസ്തൃതമാക്കും നാദാമുഖപക്ഷം തെല്ലും നിൻവിധി നേരത്തില്ലാത്തതിനാലും പാപിയേറ്റം ഭീകരമാം ഗ്രന്ഥത്തിന്നും നിന്നുടെ നീതി എൻ പിഴ പ്രഖ്യാപിക്കുമ്പോൾ നിൻ കൃപതയ ചെയ്യുക നിൻ കൃപ നിൻ നീതിയോടർപ്പിക്കും എൻ കൊറ്റം മോചനവും നേടും പാപം ചെയ്തെന്നേൽക്കും ദയ തോന്നണമെന്നേ നിഷ്കരുണം വിധി ചെയ്തിടും ഇല്ലാതെ മുഖപക്ഷം ലിയുമിവിടെ ശോധിതമാം സ്വർണ്ണത്തേക്കാൾ രക്തത്തേക്കാൾ ബാഷ്പഗണങ്ങൾ കാണല്ലോ നിരവും വിൽപ്രീതി നാദായം കണ്ണീർ കൈകൊണ്ടേ തെൻപാപം കടവും മോചിക്കാം കൃപയാലെന്നെ കനിയണമേ ദയ ചെയ്യുകനാഥാ ഞങ്ങൾക്കായി അവതീർണനതായി നരനായി തീർന്ന് പീഡകളേറ്റി ഹരിച്ച നാഥാ യേശ ഗണമേ സാദിഖോ അതുദബിലോനാ വഖറുസദിന ബിനന്നശുവാ ഹല്ലേലൂയ അവിടുത്തെ ആത്മാവുടെ ദൈവമാകട്ടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷകായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കും. വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. എന്നാൽ ആ നാളുകളിൽ യേശുദമ്പുരാൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പുറപ്പെട്ടു പോയി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി അവിടെ കഴിച്ചുകൂട്ടി. നേരം വെളുത്തപ്പോൾ താൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് സ്നേഹന്മാർ എന്ന് പേർ വിളിച്ചു. കീപ്പ എന്ന് പേർ വിളിച്ച ശമവോനും അവന്റെ സഹോദരനായ അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഫിലിപ്പോസും ബർത്തുൽമായും മത്തായും തോമാസും അൽഫായുടെ പുത്രനായ യാക്കോബും എരിവുകാരൻ എന്ന് വിളിക്കപ്പെട്ട ശമവോനും യാക്കോബിന്റെ പുത്രനായ യഹൂദായും കൊച്ചുകാരനായി തീർന്ന യഹൂദാസ്കറിയാത്തായും തന്നെ അവർ. യേശുദമ്പുരാൻ അവരോട് കൂടെ ഇറങ്ങിപ്പോയി സമഭൂമിയിൽ നിന്ന് തന്റെ ശിഷ്യന്മാരോട് വളരെ കൂട്ടവും യഹൂദായിൽ എല്ലായിടത്തും യെരൂശലേമിൽ നിന്നും സൂറിന്റെയും സൈദോന്റെയും തീർത്ത് നിന്ന് തന്റെ വചനങ്ങൾ പാനവരുടെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാനും വന്നിട്ടുള്ള വലിയ പുരുഷാരം ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളാൽ ഞെരുങ്ങിയിരുന്നവർ സ്വസ്ഥരായി തീർന്നു. തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട എല്ലാവരെയും സൗഖ്യമാക്കിയിരുന്നത് കൊണ്ട് പുരുഷാരമൊക്കെയും തന്നെ തൊടുവാൻ ആഗ്രഹിച്ചിരുന്നു. കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ
ചെയ്യും. പുല്ലിന് തുല്യം നരരുടെ നാളുകൾ ഹോ ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാറുമോ. വാനം നാദാ നിന്റെ അധികാരത്തെ അവിടെങ്ങും ജീവായാതികളെ തൻപാൽ മൃതരിൽ കൃപ ചെയ്യുക പാറുമോ. ജീവനത്തെ സ്തോത്രം ഉയർക്കവരിൽ നൽകും നാഥ. ത്രിത്വത്തിൻ തിരുനാമത്തെ എന്നേക്കും ഹല്ലേലൂയ. മാതൃവിശുദ്ധരോട് ഓർമ്മയിൽ ഞങ്ങളെ ചേർത്തിടണമേ. തൽപ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും. ധന്യർ ദിവ്യർ ശ്ലീഹർ സഹോദരന്മാരെ നിങ്ങൾ പ്രാർത്ഥന ഞങ്ങൾക്ക് അഭയം തന്നെ തുണയേകണമേ. പിതൃവത്സലരെ സുതമർമ്മത്തിനാത്മജരെ തൻ വിത്തം പ്രാപിച്ചാർത്തരെയെല്ലാം സംരക്ഷിപ്പീ. നിർമ്മലമാകും മാനവഗാനം കൈക്കൊള്ളുവോനെ അടിയ സ്തോത്രം കേൾക്കണമെന്നോ ചെയ്യണോ. മാതൃവിശുദ്ധരോടോർമ്മേ മോഷിക്കും ഞങ്ങൾക്കും വിഗതർക്കും സൽപുണ്യം നൽകാം തൽപ്രാർത്ഥനയാൽ. സ്വർഗത്തിൽ ഭൗമിക സഭയിൽ മാതാവിനും ശുദ്ധന്മാർക്കും വിഗതർക്കും സ്മൃതി വളരട്ടെ. ആകാശത്തിലുള്ള ഞങ്ങളുടെ ഭാവം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായ ഞങ്ങളുടെ കർത്താവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകയെ വർത്തമറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങൾ മരണ സമയത്ത് അപേക്ഷയുള്ളണമേ. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി.
ഭാവികളാടി ആരോട് കൃപ ചെയ്യും നമസ്കാര രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. ആകാശത്തിലുള്ള ഞങ്ങളുടെ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരയണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്ന് രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരവുമായ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകേ മർത്തോനമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധന്മാർക്കായി കടമോ തുണ്ടുഭയം നരകത്തീ നെന്നേറ്റി പാർപ്പിക്കുക നീ ഇതമോത്താദേക്കിൽ മാർഗമോ യേശു മഹാരാജ സ്തുതി ചെയ്യും നീ അനുതാപക്കാർമുൻ നിന്മാതിൽ തുറന്നിടുന്നു എല്ലാ നന്മയുമേകും ദുനിയാവാനിൻ നൽവരമേകി സന്തോഷിപ്പിക്കാം മുറിയോറാകെ മേലെയുവാദവേ കാരുണ്യം ചെയ്തി ന്യായ തീർപ്പിനാൾ ദുഃഖം പൂണ്ടോർ നിൻ വാതിൽ പൊട്ടുന്നു കാരുണ്യത്താൽ നൽകണം യാചനയെ പ്രാർത്ഥിക്കുന്നടിയ കൈകോടി കർമ്മോ കാരുണ്യം ചെയ്യുക നവർതന്നാദ മൺമയരാശയുമേ കൈക്കൊണ്ടീ കർമ്മം കാരുണ്യം ചെയ്യുക. ദൈവത്തിന്റെ നെല്ലിൽ മഹത്വപ്പെടുന്നതിനായ മനുഷ്യനാണ് കർത്താവിനോട് എന്റെ ക്ഷണവും നിന്റെ സകല സ്ഥലവും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം സംസാരത്തിന് രക്ഷിക്കും ഈ രാത്രിയിലെ ഭയത്തിൽ നിന്നും ഭയപ്പെടുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചരുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. അവർ നിങ്കിലേക്ക് അടുക്കുകയില്ലെന്നാലോ നിന്റെ കണ്ണുകൾ തന്നെ കാണും. ദുഷ്ടന്മാർക്കുള്ള പ്രതികാരത്തെ നീ കാണും. ദോഷം നിന്നോട് അടുക്കുകയില്ല, ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കുകയില്ല. നിന്റെ കാലിന് ഇടർച്ച ഉണ്ടാകാനായിട്ട് അവർ തങ്ങളുടെ ഭുജങ്ങൾ നിന്നെ വഹിക്കും. അവൻ എന്നെ അന്വേഷിച്ചതോടെ ആരോനെ രക്ഷിച്ച് ബലപ്പെടുത്തും. അവൻ എന്റെ നാമം പറഞ്ഞു എന്നെ വിളിക്കും. ദീർഘായുസ്സോടെ ആരോനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷവനെ കാണിക്കുകയും ചെയ്യും. എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തോന്നുന്നില്ല, ഉറങ്ങുന്നുമില്ല. പകലാദിത്യങ്ങളിലും രാത്രി ചന്ദ്രനിലും ഉപദ്രവിക്കുകയില്ല. അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും കാത്തോളും.
മറവിരിക്കുന്നവനായ കർത്താവേ, ഞാൻ ഗ്രഹത്തിൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. രാജാവ് നീയാകുന്നു, നിങ്ങളുടെ ഷാരനായി ഈശോ മിശിഹായെ പറഞ്ഞിരിക്കുന്ന സന്ധ്യയും ഉണ്ടാക്കുന്ന രാവും ഞങ്ങൾക്ക് നീ തരണമേ. നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ചു ജിഹോപരമായ രണ്ട് ലോകങ്ങളും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ മറച്ചു നിർമ്മയങ്ങൾ നിൽക്കണമേ. എന്റെ ശ്രീവാദം കൊണ്ടുവന്നു അതിന്റെ പുരുഷാരത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും സമാധാനം ഞങ്ങളുടെ വാഴണമേ. എന്നോട് വേഷിക്കുന്ന ആത്മാക്കൾക്ക് ക്ഷമ രക്ഷ നീ ചെയ്യണമേ. എന്നെ പ്രസവിച്ച മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയായി ദൈവമേ ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകയെ വർത്തമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സകലത്തിന്റെ സൃഷ്ടാവായ സത്യമുള്ള ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വനും പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിന്റെ സൗത്തോളവനും തന്നാൽ സർവ്വധർമാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുഷ്ടപ്രകാരം സർവ്വത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമും ശരീരയായി തീർന്ന് മനുഷ്യനായി പുതിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവനന്തപുരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിയതിന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവായിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ ജീവിക്കുന്ന കർത്താവും പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടുകൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവരുമാരും ജീവനും വിശുദ്ധിയുമുള്ള കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ പാപമോചനത്തിന് മാത്രമാകുന്നേറ്റ് പറഞ്ഞ് മരിച്ചുപോയ വേർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. പാറയ്ക്കുമോ നിൻബലമായ രാജഭാമിനിയും പ്രാർത്ഥനയും അടികളെയും നിൻകോപത്തെ പടികളെയും വളരും അവൻ ലബനോന്റെ കാരകിൽ
വർദ്ധിക്കുവാൻ പുഷ്ടികളും പാർക്കുമോ മേലും നിന്നോദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സൗമ്യക്കാരൻ സ്കുറിയേലായി സമയമിതല്ലോ ഓ മോറന്ത്രയോ സ്നേഹ തലയായി പ്രാർത്ഥിക്കാം ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആളുകളെ മൂശേ പോതൃ കൈവാഴ്ത്തേടും ബാർക്കോ നിന്റെ വരേച്ചൊരു താതന്നം ഓരന്ത്രയോ സ്നേഹ നിന്നോമയെ ബഹുമാനിച്ച സുധനും സ്തോത്രം നിന്റെ മുടിയെ ചൂടിയിടുന്ന നിൻ പ്രാർത്ഥന കൃപയെ കേട്ടി ഞങ്ങൾ ഇന്നും പ്രാർത്ഥിപ്പിൻ കർത്താവോടികളെയും തൻ കോപത്തിൻ മൊഴികളെയും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. ആത്മീകമായ ഈ സന്ധ്യാപ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ള വിശ്വാസത്തിനായ പരേതരെയും മുന്നിപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കുറ്റമുള്ള ഇമ്പുറമുള്ളതായ പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ, ശുശ്രൂഷകൾ നിന്റെ മഹിമയേറിയ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയായും അംഗീകരിക്കപ്പെട്ടവയായും ആക്കി തീർക്കുമാറാകണമേ. ഞങ്ങളുടെ പാവങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ദുഷ്ടങ്ങളുടെ സമാധാനം നമ്മുടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. വേണ്ടി ഇപ്പോഴും തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ സന്തോഷത്തിൻ്റെ ഒരു സുദിനം കൂടിയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ കുർബാന ചൊവ്വാഴ്ച ദിവസങ്ങളുള്ളതാണ്. അത് ഇവിടുത്തെ മെയിൻ്റനൻസ് വർക്കുകൾ കൊണ്ട് പ്രാർത്ഥനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും മാത്രമായി ചുരുങ്ങിയപ്പോൾ എല്ലാവർക്കും വളരെ പ്രയാസമായിരുന്നത് എത്രയും പെട്ടെന്ന് പണി തീരണമെന്നുള്ളത്. ദൈവകൃപയാൽ ഇന്ന് അതിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്ക വിധം ഇവിടെ ഒരു ഓഫീസ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുമതലയിലേക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവർക്കറിയാം. ശ്രീകാന്ത് ആ കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് രാവിലെ മുതൽ ഇവിടെ വരുന്നവർക്ക് വേണ്ടത്ര പ്രാർത്ഥനയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരും. ചായ സമയത്ത് ചായയും ഉച്ച സമയത്ത് ഭക്ഷണമൊക്കെ തരും. അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇനി മുതൽ മുടങ്ങാതെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. കഴിഞ്ഞ 4 വർഷത്തിനപ്പുറത്ത് അഭിമന്യ തിരുമേനി ആദ്യമായി ഈ മുട്ടിച്ചിറയുടെ മണ്ണിൽ വന്ന് ഒരു കൊച്ചു പ്രാർത്ഥനാ കൂട്ടായ്മ ആരംഭിച്ചപ്പോൾ അവസാനം പറഞ്ഞ 1-2 വാക്കുകൾ അത് ദൈവത്തിൻ്റെ വാക്കുകൾ പോലെ പൂർത്തീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങളായി മാറ്റപ്പെടുകയാണ്. കാരണം ഒന്ന്,
ചെറിയ ചെറിയ കൂട്ടായ്മകളാണ് വലുതായി വലുതായി വരുന്നത്. കാരണം തിരുമേനി ബാക്കി കേരളത്തിൽ നിരവധി ചെറിയ ചെറിയ കൂട്ടായ്മകൾ ആരംഭിച്ചിന്ന് അതെല്ലാം വലിയ വലിയ പള്ളികളും കത്തീഡ്രലുകളുമായി മാറ്റപ്പെടുകയാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കടുത്തുരുത്തി പഞ്ചായത്തിൽ മുട്ടുചിറ പട്ടണത്തിൽ ഒരു ദേവാലയം അതുപോലെ തന്നെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ ഈ 4 വർഷങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ അഭിമന്യ പിതാവിൻ്റെ പ്രാർത്ഥനയും അഭിമന്യ പിതാവിൻ്റെ കരുതലും സപ്പോർട്ടും നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ വളർച്ചയ്ക്ക്, ഈ നാടിൻ്റെ വളർച്ചയ്ക്ക്, ഈ ദേശത്തെ അനേക ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും കണ്ണുനീരുകളും വേദനകളും ഈ ബലിപീഠത്തിൻ്റെ അടുക്കൽ വന്ന് കോരിച്ചൊരിയുന്ന അവരുടെ കണ്ണുനീരുകൾക്ക് അവർ മടങ്ങി ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രതിഫലം കിട്ടുന്ന ഒരനുഭവം. ഇത് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സഭയിൽപ്പെട്ടതല്ല ഒരു ഹൈന്ദവ കുട്ടി ഇവിടെ വന്ന്, അവൾ വന്നപ്പോൾ ഇവിടുത്തെ ഈ അൾത്താരയിൽ കർത്താവിനെ കണ്ടില്ല. അപ്പോൾ വലിയ വേദനയോടുകൂടി വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ കർത്താവിനെയും കണ്ടില്ല. വലിയ ഭാരത്തോടെ നമ്പരത്തോടെ മടങ്ങിപ്പോയി. എന്നാൽ കൊച്ച് ഇതിൻ്റെ ഈ പുനർനിർമ്മാണം കഴിഞ്ഞ് കൂദാശയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ദേശത്തെ നാനാജാതി മതസ്ഥരുടെ ഒരു വീടാണ്. അവർക്ക് അഭിമന്യ പിതാവ് പറയും, ഈ ദേശത്തോടെ ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ ആളുകൾക്കും കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് അല്പം വിശ്രമിച്ച് പോകുക വിധമാണ് ഈ ആലയത്തെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാട്. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സെന്റ് ആൻഡ്രോസിൻ്റെ നാമത്തിൽ ഇങ്ങനെ ദേവാലയം അഭിമന്യ പിതാവ് തന്നെയാണ് ഈ നാമം നിർദ്ദേശിച്ചത്. അതാണ് രണ്ടാമത്തെ കാര്യം. ആ നാമത്തിൽ ഇവിടെ ഒത്തുചേരുന്ന മക്കൾ ആരും ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല. എത്ര നിരാശ വന്നാലും അവസാന മണിക്കൂറിൽ അവർ വിജയം കൈവരിച്ചതായിട്ടാണ് ഈ 4 വർഷത്തെ സാക്ഷ്യം. അഭിമന്യ പിതാവിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. പിതാവ് പറഞ്ഞു, 5.2 മീലുള്ള ബാലനെ യേശുവിൻ്റെ അടുക്കലേക്ക് അന്ത്രയോസാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു വന്ന അനേകരുടെ ആത്മാക്കളെ യേശുവിലേക്ക് അടുപ്പിക്കാൻ അന്ത്രയോസ് ലീഹായ്ക്ക് സാധിക്കും. അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ട് നമുക്ക് ഏകദേശം 10-12 സെൻറ്റ് സ്ഥലം കടുത്തുരുത്തി പട്ടണത്തിൽ ദാനമായി നൽകിയ വിശാലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമ ഈ ദേശത്തുണ്ട്. ഇനിയും കൂടുതലായിട്ട് ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുമെന്ന് നമ്മൾ അഭിമന്യ പിതാവിൻ്റെ പ്രാർത്ഥനയിലൂടെയും ഗൈഡൻസിലൂടെയും എല്ലാം ഇതിനെ ദൈവം വളർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അഭിമന്യ പിതാവിനെ നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്കൊക്കെ പരിചയമുണ്ട്. കാരണം ഇവിടെ സ്ഥിരമായിട്ട് ആളുകൾ അങ്ങനെ ഇടവകയില്ലാത്തതുകൊണ്ട് എപ്പോഴും പുതിയ പുതിയ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തീർത്ഥാടനമായി ഈ ദേവാലയം മാറുകയാണ്. അഭിമന്യ പിതാവ് യാക്കോബായ സുറിയാനി സഭയുടെ സീനിയർ മെത്രാപ്പോലീത്തായും എപ്പിസ്കോപ്പൽ സിനോദോസിൻ്റെ സെക്രട്ടറിയും കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്തായും ഞാൻ 2001 മുതൽ ഏകദേശം 2015 വരെയും തിരുമേനിയുടെ കൂടെ നടക്കാനും സഞ്ചരിക്കാനും തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് ബോംബെയിലും അങ്ങനെ തിരുമേനിയിൽ നിന്ന് പഠിച്ചതായ കുറേ കാര്യങ്ങളാണ് ഞാനിന്ന് ഈ നാട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തിരുമേനിയിൽ കണ്ടതും തിരുമേനിയുടെ വീക്ഷണ കോണുകളിലൂടെ എല്ലാം തിരുമേനിയുടെ കോളേജിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു. അങ്ങനെയെല്ലാം തിരുമേനിയിൽ നിന്ന് പലതും നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. അഭിമന്യ പിതാവ് ഇന്ന് നിങ്ങളോട് അല്പം സമയം സംസാരിക്കും. തുടർന്ന് യുവപ്രതിഭകളായ 2 പേരെ ഇവിടെ ആദരിക്കും. അതും കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അത് SKPS എന്ന് പറയുന്ന സ്കൂൾ. അഭിമന്യ പിതാവ് 2 വർഷം മുമ്പ് എന്നെയും കൂട്ടി അവിടെ സെൻറ്റ് കുര്യാക്കോസിൻ്റെ ഫീസ്റ്റിന് തിരുമേനിയാണെന്ന് അവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അങ്ങനെ തിരുമേനി അവിടെ പോയിട്ടുണ്ട്. ഞാനും അന്ന് തിരുമേനിയുടെ സെക്രട്ടറി ആയിരുന്നു, അവിടെ പോകാൻ സാധിച്ചിട്ടുണ്ട്. ആ SKPS സ്കൂളിൽ കഴിഞ്ഞ വർഷത്തെ മധ്യവേനൽ അവധിക്കാലത്ത് ഈ കടുത്തുരുത്തി പട്ടണത്തിലെ കുളങ്ങളും തോടുകളും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് അവധിക്കാലത്ത് എല്ലാവരും സാധാരണ കളിക്കാം, അമ്മ വീട്ടിൽ പോകാം, സിനിമ കാണാം. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് അപ്പൻ്റെയും അമ്മയുടെയും നല്ല മാതൃക പിന്തുടരുന്ന പുളിക്കൽ ബിജുവിൻ്റെയും ആ കുടുംബത്തിൻ്റെ 2 മക്കളും ഒന്നിച്ച് തോട്ടിലിറങ്ങി
പ്ലാസ്റ്റിക് എല്ലാം വാരി കുളങ്ങളെല്ലാം വൃത്തിയാക്കി, തോടുകൾ വൃത്തിയാക്കി. ഇവിടുത്തെ പ്രമുഖ ചാനലുകളിൽ 24, ഏഷ്യ തുടങ്ങിയ എല്ലാ, ഏഷ്യനെറ്റ് തുടങ്ങിയ എല്ലാ ചാനലുകളിലും അത് വലിയ വാർത്തയായതാണ്. അപ്പോൾ നമ്മളൊന്ന് ആദരിക്കുവാൻ പല സന്ദർഭത്തിലും ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ്, ആ കൊച്ചിൻ്റെ പിതാവിനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് രാഷ്ട്രീയക്കാരെന്നതിനപ്പുറത്ത് അച്ഛൻ എപ്പോഴെങ്കിലും സഭയുടെ പിതാവ് വരുമ്പോൾ അങ്ങനെ ഒരു ക്രമീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പെട്ടെന്ന് അങ്ങനെ പിതാവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരിന്ന് കാരിത്താസ് ഹോസ്പിറ്റലിൽ അവരുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ICUവിലാണ്. അപ്പം അവിടെ നിൽക്കുമ്പോഴാണ്, ഞാനിത് അറിഞ്ഞില്ല. എന്നിരുന്നാൽ തന്നെയും ഈ കാര്യം കേട്ടപ്പോൾ പിതാവ് വരുന്നു, മക്കൾക്ക് ഇങ്ങനെയൊരു ആദരവ് കൊടുക്കുക എന്നൊക്കെ വിധം നമ്മൾ ഏറെക്കാലമായിട്ട് ആഗ്രഹിക്കുന്നു. അവരിപ്പോൾ ഇവിടെ പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ പിതാവ് സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് ചെയ്തത് കഴിഞ്ഞ വർഷമാണ്. അന്ന് അവർക്ക് 9ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ മറ്റുള്ള യുവതി യുവാക്കന്മാർക്കും ഇതൊരു വലിയ മാതൃകയായി തീരട്ടെ എന്നും നമ്മളെ പോലെയുള്ള ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്നും ഉള്ളതിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ അഭിനന്ദ പിതാവ് നമ്മളോട് കൽപ്പിച്ച് സംസാരിക്കും. ദൈവം അനുഗ്രഹിക്കും. ശുശ്രൂഷകരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളെ, വളരെ സന്തോഷമുണ്ട്. ഈ ചെറു ദേവാലയം നാൾക്ക് നാൾ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. ഈ ദേവാലയം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇവിടെ ആരംഭിച്ച പ്രാർത്ഥനാ കൂട്ടം അന്ന് മുതൽ ഇന്ന് വരെയും ഇതിനെ പരിപാലിച്ച് നടത്തിയ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ 2 കുട്ടികളെ കുറിച്ച് അച്ഛൻ ഇവിടെ പറയുന്നുണ്ട്. പ്രധാനമായ യേശുമിശിഹ വിളിച്ച 12 സ്ലീഹന്മാരെ കുറിച്ച് ഇന്ന് നാം സുവിശേഷ വായനയിൽ കേൾക്കുകയുണ്ടായി. അവൻ പ്രാർത്ഥിപ്പാനായിട്ട് ഒരു മലയിലേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം താഴേക്ക് ഇറങ്ങിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ആ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ യേശു തമ്പുരാൻ അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരിൽ നിന്ന് 12 പേരെ അപ്പോസ്തലന്മാരായിട്ട് തിരഞ്ഞെടുത്തു. ആ അപ്പോസ്തലന്മാർക്ക് ചുമതലകളും ജോലിയും കൊടുത്തു. നമുക്ക് എപ്പോഴും ഒരു ജോലി കിട്ടണം എന്ന് ചെറുപ്പക്കാരൊക്കെയും ആഗ്രഹിക്കും. പഠിക്കുവാനായിട്ട് പഠിക്കുന്നവർക്ക് എപ്പോഴും പഠിത്തം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ജോലി കിട്ടാറില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. എംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ വർക്കും അല്ലെങ്കിൽ ജോലിയും അതുപോലെ തന്നെ നാം ദൈനംദിന ചെയ്യുന്നതായ അല്ലെങ്കിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ വർക്ക് അല്ലെങ്കിൽ ജോലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഒരു എല്ലാ മാസത്തിൻ്റെയും അവസാനത്തിൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടുന്നത് പ്രയാസമായിരിക്കും. അനേകർക്ക് അത് കിട്ടും, എന്നാൽ അനേകർക്കും അത് കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ ഈ ശമ്പളം നോക്കാതെ ജോലി ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ളതായ ജോലി നമ്മുടെ ചുറ്റും ധാരാളമുണ്ട്. നമുക്ക് എവിടെ നോക്കിയാലും ആ ജോലികളെ കണ്ടെത്തുവാനായിട്ട് ഒരു അല്പം സൂക്ഷ്മതയോടുകൂടി നോക്കിയാൽ അങ്ങനെയുള്ള ജോലികൾ അല്ലെങ്കിൽ വർക്ക് നമ്മുടെ ചുറ്റും ധാരാളമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ അതിനൊക്കെയും നമുക്ക് പ്രതിഫലം കിട്ടണമെന്നില്ല. പലതും ചെയ്താൽ നമുക്ക് പ്രതിഫലം കിട്ടും, എന്നാൽ എല്ലാത്തിനും പ്രതിഫലം കിട്ടുകയില്ല. നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടുത്തെ ധാരാളം ഉള്ളതായ ജോലികൾ ശ്രദ്ധിക്കാതെ ആ ഭവനത്തിലെ അംഗങ്ങൾക്ക്
മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞേക്കും. ആ വീട്ടിലെ മാതാവ് കഷ്ടപ്പെട്ട് 3 നേരം ഭക്ഷണം വെച്ച് അത് വിളമ്പി കൊടുത്ത് അത് ആഹരിച്ച് മാത്രം ജീവിക്കുന്ന മക്കൾ ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ ആ മക്കൾക്ക് ചിന്തിക്കുവാൻ സാധിക്കും, അമ്മ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഭക്ഷണം പാകം ചെയ്യുവാനും വീട് അടിച്ചു വൃത്തിയാക്കിയിടുവാനും കറിക്കരിയുവാനും വസ്ത്രം അലക്കുവാനും ഒക്കെ ആ അമ്മ ചെയ്യുന്നതായ ജോലിയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കാം. ജോലി ചെയ്യാം, അതൊരു ജോലിയാണ്. ആ ജോലിക്ക് ശമ്പളം കിട്ടുകയില്ലായിരിക്കാം, എന്നാൽ അവിടെ ഒരു ആത്മസംതൃപ്തി കിട്ടും. ആ ആത്മസംതൃപ്തിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇവിടെ 2 കുട്ടികളുടെ കാര്യം പറഞ്ഞു. അവര് അവധിക്കാലത്ത് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ കളിക്കുവാനോ മറ്റിടങ്ങളിലേക്ക് പിക്നിക്കിന് പോകുവാനോ ഒന്നും ഒരുങ്ങാതെ തന്നെ ഈ നാട്ടിലെ കുളങ്ങളിലും അതുപോലെ തന്നെ തോടുകളിലും ഒക്കെ ഉള്ളതായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമാഹരിച്ച് അത് വൃത്തിയാക്കി എന്ന് പറയുമ്പോൾ അവരൊരു ജോലിയാണ്. ആ ജോലിക്ക് പ്രതിഫലമൊന്നുമില്ല, എന്നാൽ അതിന് അംഗീകാരം ലഭിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് ജോലി ചെയ്ത് സമൂഹത്തിന് നന്മകൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ പറ്റി പലപ്പോഴും പരാതികൾ ആളുകൾ പറയുന്നതൊക്കെ കേൾക്കാറുണ്ടല്ലോ. ഒരു കാര്യങ്ങളും സമയത്ത് ചെയ്തു തരികയില്ല, അംഗീകാരം നൽകേണ്ടവർ അംഗീകാരം നൽകുകയില്ല, അല്ലെങ്കിൽ അതിന് കൈക്കൂലി മേടിക്കുവാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ളതായ പരാതികൾ ദിവസം എന്നതുപോലെ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് കണ്ണൂരിൽ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ADM മരിക്കുവാനിടയായത് തന്നെയും ഈ ജോലിയുടെ കാര്യത്തിൽ ഉണ്ടായതായ തർക്കം മൂലമാണ്. അദ്ദേഹം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് മിക്കവരും സാക്ഷിക്കുന്നു. എന്നാൽ ഒരു ചുരുക്കം ചില ആളുകൾ അപ്രകാരമല്ല എന്ന് പറയുന്നു. ഏതായാലും അതേ സംബന്ധിച്ചുള്ളതായ വിവാദങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായതായ ആ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് നമ്മുടെ ഈ കേരള ജനത മുഴുവൻ ശ്രദ്ധിച്ചതായ ഒരു കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞത് ജോലി, എംപ്ലോയ്മെന്റ് നമുക്ക് കുറേ പേർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. കിട്ടിയാലും അവിടെ നാം കൃത്യതയോടും വ്യക്തമായിട്ടും ജോലികളൊക്കെയും ചെയ്തുവെങ്കിൽ മാത്രമേ നമുക്ക് ആത്മസംതൃപ്തിയോടുകൂടി ആ ശമ്പളം വാങ്ങി അത് നമ്മുടെ ജീവിതത്തിന് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അനേകർ ആ ആത്മസംതൃപ്തി ഇല്ലാതെ എനിക്ക് ശമ്പളം കിട്ടിയാൽ മതി, എൻ്റെ ജോലിയൊക്കെ അവിടെ കിടക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്വഭാവമുള്ള അനേകർ നമ്മുടെ ചുറ്റും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാതൃക നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട്. കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ, അന്ത്രയോസ് ശ്ലീഹായെ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചപ്പോൾ ചില പ്രത്യേക ലക്ഷ്യങ്ങളോട് കൂടിയായിരുന്നു. അത് തന്നോടുകൂടെ ആയിരിക്കാനായിട്ടാണ് അവിടെ പറയുന്നുണ്ട്. തന്നോടുകൂടി ആയിരിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ യേശു തമ്പുരാനെ കേൾക്കുവാൻ, യേശു തമ്പുരാനിൽ നിന്ന് പഠിക്കുവാൻ, ക്രിസ്തുയേശുവിൽ നിന്ന് പഠിച്ച് ജോലികൾ ചെയ്യുവാൻ അവരെ ലോകമൊക്കെയിലും അയച്ചു. അവരെ പടിപടിയായിട്ട് പഠിപ്പിച്ച് ആ ഗുരു അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ അയക്കുകയുണ്ടായി. അവിടെയും അവർ നിഷ്ക്രിയരായിരുന്നില്ല. വിവിധ ഇടങ്ങളിലേക്ക് പോയ ശിഷ്യന്മാർ അവർ ചെന്ന ഇടങ്ങളിലൊക്കെയും കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു. അവർ ജോലി ചെയ്തു, അവർ അധ്വാനിച്ചു, അവർ സമൂഹങ്ങളെ വളർത്തിയെടുത്തു. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹായെ കുറിച്ച്
പുതിയ നിയമത്തിൽ ധാരാളം പ്രതിപാദിക്കുന്നുണ്ടല്ലോ. അപ്പോസ്തല പ്രവർത്തികളിൽ അദ്ദേഹത്തിൻ്റെ യാത്രകളെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹമേറ്റ പീഡനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹമേറ്റ അടികളെ കുറിച്ച് 3 പ്രാവശ്യം 40 വട്ടം എന്ന് പറഞ്ഞാൽ 39 അടി ഓരോ പ്രാവശ്യവും ഏറ്റുകൊണ്ട് 3 പ്രാവശ്യം അങ്ങനെയുള്ളതായ അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവസാനം റോമായിലെ കാരാഗൃഹത്തിൽ നിന്ന് അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്ത് കൊല ചെയ്യുകയും ചെയ്തു. അപ്പോസ്തല പ്രവർത്തികൾ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു എങ്ങനെയാണ് യാക്കോബ് ശ്ലീഹായെ കൊല ചെയ്തതെന്ന്. അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഹെറോദോസ് ശിഷ്യന്മാരെ പീഡിപ്പിക്കുന്നത് യഹൂദന്മാർക്ക് സന്തോഷമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാക്കോബിനെ പിടിച്ച് ശിരച്ഛേദം ചെയ്ത് അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു. അത് കണ്ടപ്പോൾ അതിന് കൂടുതൽ അംഗീകാരം കിട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഇങ്ങനെ ആ ശിഷ്യന്മാർ വിശ്രമരഹിതമായിട്ട് പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ ജോലികൾ നിർവഹിച്ചു. അതൊക്കെയും പ്രതിഫലമില്ലാത്തതായ ജോലിയായിരുന്നു, വർക്ക് ആയിരുന്നു. അവരെ ദൈവം പുലർത്തി. എന്നാൽ അവരിലൂടെ വലിയ കാര്യം ദൈവം പ്രവർത്തിച്ചു. ഇവിടെ ഈ ദേവാലയം ഉണ്ടാക്കിയപ്പോൾ ഇതിന് യാതൊരു ശമ്പളവും ഇതിൻ്റെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട അച്ഛന് ലഭിച്ചിട്ടില്ല. ഇതുവരെയും അങ്ങനെ ഒരു ശമ്പളം അദ്ദേഹം സ്വീകരിക്കുന്നില്ല. എങ്കിൽ തന്നെയും ഇതിലൂടെ ധാരാളം കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് വരെയും അത് സാധിക്കുന്നു. ഇവിടെ യേശുദാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതായ ആ മാതൃകയെ പിന്തുടരുമ്പോഴാണ് നമുക്ക് വലിയ പ്രതിഫലമൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ തന്നെ നാം ജീവിതത്തിൽ കാണിക്കുന്നതായ ആത്മാർത്ഥത, സത്യസന്ധത, വിശ്വസ്തത, അതുപോലെ തന്നെ നന്മയോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ആർജവും, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനായിട്ടുള്ള മനസ്സ്, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിലൊക്കെയും ശ്രദ്ധിച്ച് നാം നമ്മുടെ ചുമതലകൾ നിർവഹിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ തനിയെ വന്നുകൊണ്ടിരിക്കും. ഈ ചെറിയ ദേവാലയം ഇത് ഇടവക്കാരൊന്നും അധികമില്ല എങ്കിൽ തന്നെയും അനേകർക്ക് ഒരു പ്രകാശമായിട്ട് ഇത് തീർന്നിരിക്കുന്നു. അനേകർക്ക് ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് ഒരു വേദിയായി തീർന്നിരിക്കുന്നു. അനേകർക്ക് ഒരു ആശ്വാസത്തിൻ്റെ തീരമായി ഇത് തീർന്നിരിക്കുന്നു. പ്രാർത്ഥിക്കുവാനായിട്ടും ധ്യാനിപ്പാനായിട്ടും ഈ വഴിയെ പോകുമ്പോൾ ഇവിടെ ഒരു ഇടമുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ നാം ചെയ്യുന്നതായ ഓരോ സൽപ്രവർത്തികളോ അതിൻ്റെ ആ ഓളങ്ങൾ, അതിൻ്റെ അലകൾ വളർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഒരു നിശ്ചലമായ ഒരു ജലാശയത്തിലേക്ക് ഒരു ചെറിയ കല്ലെടുത്ത് ഒന്നിട്ടാൽ നമുക്ക് കാണാം ആ ജലാശയത്തിൽ അടങ്ങാത്ത ഓളങ്ങളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെയാണ് മനുഷ്യ ജീവിതത്തിലെ നന്മ പ്രവർത്തികളുടെ ആ അനുഭവവും അതുമൂലം ഉണ്ടാകുന്നതായ കാര്യങ്ങൾ. അത് നാം ആരംഭിക്കുന്നു, അനേകർ അതിനോട് പിന്നെ ചേരുകയാണ്, അനേകർ അതിൻ്റെ പങ്കാളികളായി തീരുകയാണ്, അനേകർ അതിൻ്റെ പ്രൊമോട്ടേഴ്സായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് എപ്പോഴും എംപ്ലോയ്മെൻറ്റ് കിട്ടുകയില്ല, സ്ഥിര ജോലി കിട്ടുകയില്ല. എന്നാൽ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ജോലികളുണ്ട്, വർക്കുണ്ട്.
അത് നാം നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യുവാനായിട്ട് ഇറങ്ങുമ്പോൾ അതിന് അംഗീകാരവും അതിന് ആദരവും കിട്ടും. അതൊരു ചലനമായി തീരും. അതൊരു മുമ്പോട്ടുള്ള ഒരു പ്രസ്ഥാനമായി തീരും. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഒരു ശമ്പളവും മേടിക്കാതെയാണല്ലോ അവർ വേല ചെയ്തത്. എന്നാൽ ക്രിസ്തീയ സഭ എന്ന് പറയുന്ന ആ വിശ്വാസം ഇന്ന് ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് ചെന്നാലും കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ 12 പേരിൽ നിന്ന്, അല്ലെങ്കിൽ പിന്നീടുള്ള 72 അറിയിപ്പുകാരിൽ നിന്ന്, അതിനെല്ലാം മുമ്പായിട്ട് കർത്താവായ യേശു, ദൈവത്താൽ അയക്കപ്പെട്ടവനായ ആ കർത്താവായ ഈശോയുടെ പ്രവൃത്തി മൂലം ഈ ലോകത്തിലെ വ്യാപാരം, നമ്മുടെ സഭാപിതാക്കന്മാർ അതിനെ കുറിച്ച് പറയുന്നത് വ്യാപാരം എന്നാണ്. എന്ന് പറഞ്ഞാൽ രക്ഷാ വ്യാപാരം. ദൈവത്തിന് ഈ ലോകത്തോടൊരു വ്യാപാരമുണ്ട്. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിന് ഇത് നശിച്ചു പോകുവാൻ താല്പര്യമില്ല എന്ന് ചിന്തിച്ചതുകൊണ്ട് പ്രവാചകന്മാരെ അയച്ചു, ന്യായാധിപന്മാരെ അയച്ചു, അതുപോലെ രാജാക്കന്മാരെ കൊടുത്തു. എല്ലാറ്റിൻ്റെയും അവസാനമായിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ കൊടുത്തു. അങ്ങനെ ഈ ലോകത്തിലേക്ക് വന്ന നമ്മുടെ രക്ഷകനായ മെശിഹാ തമ്പുരാൻ ഒരു തീർത്ഥാടകനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്, ഒരു പിൽഗ്രിമായിട്ടാണ് വന്നത്. എന്തിനാണ്? ഓരോരുത്തരെയും ഒരു തീർത്ഥാടകനാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. ഓരോരുത്തരെയും ഒരു തീർത്ഥാടകയാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. എന്ത് തീർത്ഥാടനമാണ്? നാം ഈ ലോകത്തിലേക്ക് നാം അറിയാതെ തന്നെ വന്നു. നാം ചിന്തിച്ച് തീരുമാനിച്ചിട്ടല്ല നാം ഈ ലോകത്തിലേക്ക് വന്നത്. നാം ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത് നമ്മുടെ നിശ്ചയം കൊണ്ടോ നമ്മുടെ തീരുമാനം കൊണ്ടോ അല്ല. നമുക്ക് ദൈവം ആയുസ്സും ജീവിതവും തരുന്നു. എന്നാൽ ആ ജീവിതത്തിൽ നമുക്ക് ഉത്തരവാദിത്വത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അലസതയോടെയും ജീവിക്കുവാൻ സാധിക്കും. ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്ന, ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ട് മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് ചുറ്റും ധാരാളമുള്ളതായ ജോലികളെ കണ്ട് ആ ജോലികളൊക്കെ നിർവഹിക്കുമ്പോൾ അതൊരു പ്രസ്ഥാനമായി തീരുകയാണ്. അതൊരു മൂവ്മെൻ്റായിട്ട് തീരുകയാണ്. അങ്ങനെ ആ നന്മയുടെ അനുഭവം, രക്ഷയുടെ അനുഭവം, ദൈവരാജ്യത്തിൻ്റെ അനുഭവം അത് ദൈനംദിനമെന്നോണം വളരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമുക്കൊക്കെയും എംപ്ലോയ്മെന്റ് കിട്ടണമെന്നില്ല. എന്നാൽ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ജോലികൾ ഉണ്ട്. ആ ജോലികൾ നമ്മുടെ ആത്മാർത്ഥതയിൽ നാം നിർവഹിക്കുമ്പോൾ അത് ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ജോലികളായി തീരും. ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ജോലികൾ അവിടെ ആത്മസംതൃപ്തി ഉണ്ടാകും, ആത്മാർത്ഥത ഉണ്ടാകും. അത് ജനനന്മയ്ക്കായിരിക്കും, അത് ജനസേവനത്തിനായിരിക്കും, അത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായിരിക്കും, അനേകർക്ക് അനുഗ്രഹത്തിന് ആയിരിക്കും. നമുക്ക് അതിനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ചുറ്റുമുള്ളതായ ആ 2 കുട്ടികളെ പോലെ അവർ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് വളർച്ചയുടെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് ഒരു ഉപയോഗിക്കേണ്ട വസ്തുവായി തീർന്നിരിക്കുന്നു. എന്നാൽ അതിൻ്റെ മറ്റൊരു പാർശ്വഫലം എന്ന് പറയുന്നത് അത് നമ്മുടെ ജലാശയങ്ങളെയും സമുദ്രത്തെയും നദികളെയും എല്ലാം മലീമസമാക്കുന്ന ഒരു മാലിന്യ വസ്തുവായി തീരുകയും ചെയ്യും. ഇവിടൊക്കെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ മാലിന്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ മാലിന്യങ്ങൾ കൃത്യമായിട്ട് അത് നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട് വിചാരിച്ചാൽ ഓരോ കുടുംബത്തിനും സാധിക്കും. പലരും എന്നാൽ അതിന് പകരമായിട്ട് എന്താണ് ചെയ്യുന്നത്? പ്ലാസ്റ്റിക് കൂളുകളിലായിട്ട് കെട്ടി വഴിയോരത്ത് കൊണ്ടിടും. അതുമൂലം ഉണ്ടാകുന്ന
ദുർഗന്ധം ദുരന്തം എന്ത് വലുതാണ്. അല്ലെങ്കിൽ പുഴകളിലേക്ക് ഇടും, നദികളിലേക്ക് ഇടും. ഇതൊക്കെയും തെറ്റായ ജോലികളാണ്, തെറ്റായ പ്രവൃത്തികളാണ്. ഇതിനെതിരായിട്ട് നമുക്ക് ഉണർന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. ആ 2 കുഞ്ഞുങ്ങളെ പോലെ അതിനെതിരായിട്ട് നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം എന്താണ് ശരിയാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കണം. അങ്ങനെ അനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവം സൃഷ്ടിക്കുന്ന ആളുകളായിട്ട് നമുക്ക് തീരണം. അതിനായിട്ട് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആ 2 കുട്ടികളെയും ഞാൻ ആദവുമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും അവരുടെ പഠനത്തിലും വളർച്ചയിലും എല്ലാം ദൈവം അവർക്ക് കൂട്ടായിരുന്നവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ യുവപ്രതിഭകളായിരിക്കുന്ന SKPS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും 6ാം ക്ലാസ് വിദ്യാർത്ഥി മുന്നോട്ട് കടന്നു വരുന്ന അഭിനന്ദ പിതാവ് അവരെ പൊന്നാടി അണിയിക്കും. അതോടൊപ്പം അവർക്ക് ഒരു ക്യാഷ് അവാർഡുകൾ കൂടി അഭിനന്ദ പിതാവിൽ നിന്ന് വാങ്ങും. അതിന് ചേർന്ന് അവരുടെ മാതാപിതാക്കളും കൂടി മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. പത്രോസ് മോറസ്താത്യോസ് മെമ്മോറിയലായിട്ടാണ് ഇത് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് അഭിനന്ദ പിതാവ് കൊണ്ട് കൈമാറും. ഇപ്പോൾ ഇനി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുക. അഭിനന്ദ പിതാവ് അങ്ങോട്ട് നിൽക്കും. ക്യാമറാമാൻ മാത്രം ഇങ്ങോട്ട് നിന്ന് ഒരൊറ്റ ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞ് ഏറ്റവും ബഹുമാനനാഥനത്തെ പിതാവെ, ബഹുമാന വൈദികരെ, പ്രിയപ്പെട്ട ജയമോനസ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 4-5 വർഷങ്ങളായി മുട്ടുചിറയുടെ ഹൃദയഭാഗത്ത് തന്നെ തുടങ്ങി വെച്ച ഈ ദേവാലയം ഇവിടേക്ക് മാറി വളരെ മനോഹരമായി തന്നെ നമ്മുടെ ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർക്ക് പ്രാർത്ഥന സഹായമായി ഇന്ന് ഈ ദേവാലയം നിലനിൽക്കുന്നു. ഒട്ടേറെ പ്രാർത്ഥന സഹായങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടുന്നവരുണ്ട്. നമുക്ക് എടുത്തു പറയത്തക്ക ഒത്തിരി കാര്യങ്ങളുണ്ട്. കോവിഡിൻ്റെ സമയത്തും വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും കണ്ടത്തി പഞ്ചായത്തിലെ 19 വാർഡിലും അതാത് മെമ്പർമാരുടെ ഇടപെടൽ നടത്തി ഒട്ടനവധി സഹായങ്ങൾ എത്തിച്ചു തരാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിൽ പത്രമാസികകൾ വിതരണം ചെയ്ത് കുട്ടികളുടെ വായനയെ പരിപോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയും കുട്ടികളുടെ ബുദ്ധിവികാസം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റോബോട്ടിക് ക്ലാസ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇത് 13ാമത്തെ ഡയാലിസിസ് കിറ്റ് നമ്മൾ കണ്ടത്തി പഞ്ചായത്തിൻ്റെ 13 വാർഡിൽ തന്നെ ഇപ്പോൾ കൊടുക്കാൻ ജയമോനച്ചൻ്റെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ഒട്ടേറെ ആളുകൾ കിഡ്നി രോഗം പോലെ വിഷമിക്കുന്നവരുണ്ട്. ഒട്ടേറെ ആളുകൾക്ക് പെൻഷൻ മാസം തോറും കൊടുക്കുന്നുണ്ട്. സഹായകമായി കിറ്റ്, ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ കിറ്റ് കൊടുക്കുന്നുണ്ട്. ഒട്ടേറെ സഹായം ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും പ്രിയപ്പെട്ട ജയമോനച്ചനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട് അന്ത്രയോസ്ലീഹായുടെ മധ്യസ്ഥ പ്രാർത്ഥന. അത് എഴുതി നമ്മളത് അഭിനന്ദ പിതാവിനെ കാണിച്ച് പിതാവിൻ്റെ അംഗീകാരത്തോടു കൂടി ഇന്നലെ അതിൻ്റെ ഫൈനൽ ക്രമീകരണങ്ങൾ ചെയ്ത് ഇവിടെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അഭിനന്ദ പിതാവ് കൊണ്ട് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിനെ കൊടുത്ത് ഇനി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോയി വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇപ്പോൾ അത് അഭിനന്ദ പിതാവിനെ ഏൽപ്പിക്കുന്നു. പിതാവ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് 1ാമത്തെ ടോക്കൺ നൽകും.
ഇപ്പോൾ മുന്നോട്ട് വന്നത് എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. അതിനുശേഷം കാപ്പി കുടിച്ച് പിരിയാവുന്നതാണ്.